ഈ ഭാഗത്തും മണ്ണ് പൊട്ടി വീണത് കാണാം. ആ കാറൊക്കെ കടന്നു പോയ ആ ഭാഗത്ത് കോൺക്രീറ്റുകളാണത് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ NH66 വർക്ക് നടക്കുന്ന വെട്ടിച്ചിറ ഭാഗത്തേക്കാണ്. വെട്ടിച്ചിറ ടോൾ പ്ലാസന്റെ അടുത്തേക്കാണ്. ടോൾ പ്ലാസന്റെ അവിടുന്ന് നമ്മള് വട്ടപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത്. വട്ടപ്പാറ ഭാഗം, കഞ്ഞിപ്പുര, കരിപ്പോള് ഭാഗങ്ങളിലേക്ക് പുതുതായിട്ട് എന്തൊക്കെയാണ് വർക്കിന്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം. അപ്പൊ എല്ലാ ഭാഗത്തും ഇപ്പൊ ഹൈവേയിൽ മണ്ണിടിച്ചിലിന്റെ വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പൊ വട്ടപ്പാറ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മണ്ണ് ഇടിച്ചാണ് വർക്കുകൾ നടന്നിട്ടുള്ളത്. അപ്പൊ വട്ടപ്പാറ ഭാഗത്ത് ഇപ്പൊ മഴയൊക്കെ പെയ്തതിന് ശേഷം എന്താണ് ഇപ്പൊ അവിടെ ഉള്ള കാഴ്ച എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഈ ടോൾ പ്ലാസന്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കിയിട്ട് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകാം. അവിടുന്ന് നമുക്ക് വട്ടപ്പാറ ഭാഗത്തേക്ക് പോവാം. അപ്പൊ ഇന്നലെയുള്ള ഒരു ന്യൂസാണ് ഞാൻ പറയുന്നത്. കടുത്ത നടപടികൾ NHI എടുത്തിട്ടുണ്ട്. സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിടുകയും കുറെ പേർക്ക് സസ്പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഗവൺമെന്റും NHI ഒക്കെ നോക്കിക്കാണുന്നത്. ഈ വർക്കില് വല്ല അഴിമതിയും നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ കൊളപ്പുറം കൂരിയാട് ഭാഗത്ത് ഇനി വയഡക്റ്റ് അല്ലാതെ മറ്റൊന്നും സാധ്യമാകൂല എന്നാണ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൂരിയാട് ഭാഗത്ത് പുതുതായിട്ട് വയഡക്റ്റ് വരാനാണ് സാധ്യത. അതിനുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വിട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഭാഗത്തുനിന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്ത് മാറ്റിയതിൻ്റെ ശേഷമാണ് നമുക്ക് അവിടെ വയഡക്റ്റിനുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം എസ്റ്റിമേറ്റ് 80 കോടി രൂപ ആവും എന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഭാഗത്തുനിന്ന് നമ്മുടെ കഞ്ഞിപ്പുര ഭാഗത്തേക്കാണ് പോകാനുള്ളത്. കഞ്ഞിപ്പുര ഭാഗത്ത് പുതുതായിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ വർക്കുകൾ ചെയ്യുന്നത് നോക്കാം. മഴ കാരണം അധിക സ്ഥലങ്ങളിലും ഇപ്പോൾ വർക്കുകളൊന്നും വലിയ രീതിയിൽ നടക്കുന്നില്ല. വളരെ സ്ലോവിലാണ് വർക്കുകൾ നടക്കുന്നത്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണാം നമുക്ക് ഈ ഭാഗത്തൊക്കെ നല്ല സ്ട്രോങ് ആയ പാറയുന്നു. ഈ പാറയൊക്കെ പൊട്ടിച്ചതിന്റെ ഭാഗത്ത് സോയിൽ ലൈനിങ് ചെയ്ത ഭാഗത്ത് താഴെ വീണ കോൺക്രീറ്റ് ആണ്, സിമെന്റ്. ഇതിപ്പോ ഇങ്ങനെ JCB ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ്. രണ്ടാം പണി എന്ന് വേണേൽ പറയാം. മുകളില് സോയിൽ ലൈനിങ് ചെയ്ത ഭാഗത്തു നിന്നുള്ള കോൺക്രീറ്റുകളാണത് സിമെന്റ് വീണത്. ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. മഴയും കൂടെ ആയപ്പോ നല്ല രീതിയിൽ ഇത് സെറ്റായിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഇപ്പൊ ഇത് കൂടെ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പുറത്ത് ഇവിടെയൊക്കെ പൊട്ടിച്ച് ഇട്ടത് കാണാം. ഇനി എടുത്ത് മാറ്റിയതിന് ശേഷമാണ് അവിടെ താഴെയാണ് ഡ്രെയിനേജ് ഉള്ളത്. അപ്പൊ നല്ല രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് എടുക്കാനുണ്ട്. ഈ ഭാഗത്തൊക്കെ അവിടെ കുറച്ച് ഭാഗത്തും സോയിലിംഗ് ചെയ്തത് ഫുള്ളായിട്ടില്ല തോന്നുന്നു. അവിടെ പാറയൊക്കെ കാണുന്നുണ്ട്, നെറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇനിയും ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി അവിടെ ചെയ്യുന്നതായിരിക്കും തോന്നുന്നത്. അപ്പൊ ഇതുപോലെ വട്ടപ്പാറ ഭാഗത്തും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് പോയി നോക്കാം എത്ര വർക്കുകൾ ഇനി അവിടെ ബാക്കിയുണ്ട് എന്നാണ് നമ്മളിന്ന് നോക്കുന്നതിനെ. ഇനി ഇത് വണ്ടി ഉപയോഗിച്ച് വന്ന് എടുത്തു കൊണ്ടുപോയാൽ ആയിരിക്കും. ഇവിടെയൊക്കെ റോട്ടിലൊക്കെ കിടക്കുന്നുണ്ട്. ഇതുപോലുള്ള ഇത് മാറ്റാനുണ്ട്. ഇതൊക്കെ ക്ലിയർ ആക്കി വരുമ്പോഴൊക്കെ സമയം എടുക്കുമായിരിക്കാം. പ്രശ്നങ്ങളും മഴയൊക്കെ ഒരുമിച്ച് വന്നതോടെ വർക്കൊന്ന് ചെറുതായിട്ട് സ്ലോ ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. ഇവിടെ കാണാൻ ഡ്രൈനേജിന്റെ കുറച്ച് ഭാഗം ഇതില് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇതിന്റെ സ്ലാബാണ്. ഈ സ്ലാബിന്റെ മുകളിലാണ് ഇങ്ങനെ വീണ് കിടക്കുന്നത്. ഇതെടുത്ത് മാറ്റാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അത് മഴ ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റ് ആവാൻ സാധ്യത നല്ല ഇതിൽ സെറ്റ് ആയിട്ടുണ്ടത്. ഇവിടുന്നൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് ഈ ഇതുപോലുള്ള ഹോളുകളിൽ നിന്നുള്ള. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ കുറവ വരുന്നത്. സോയിലിംഗ് ചെയ്ത ഭാഗത്തു നിന്നാണ് ഈ ഉറവ വരുന്നത്.
അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. വട്ടപ്പാറ ഭാഗത്ത് തീർച്ചയായും ഉണ്ടാവും. വലിയൊരു കുന്നിടിച്ചുകൊണ്ടാണ് വർക്ക് നടത്തിയിട്ടുള്ളത്. ആ ഭാഗത്തൊക്കെ ഉറവ് വരാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ആയി ഉറവ് വന്നാല് അപകട സാധ്യത ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കുറെ പേര് ഈ പൈപ്പ് കൊടുത്തത് വെള്ളം ഒഴുകി പോവാനല്ലേന്ന്. അതൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി പോവുകയാണെങ്കിൽ പ്രശ്നം തന്നെയാണെന്നാണ് ഒരുപാട് വാർത്തകളിലൊക്കെ നമ്മളിപ്പോ കേട്ടത്. നമ്മള് കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പല ഭാഗത്തും റോഡ് പൊട്ടിപ്പോയി എന്നുള്ള വാർത്തകൾ കണ്ടത്. നമ്മള് കോട്ടക്കൽ ബൈപ്പാസിൽ അങ്ങനെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമാണ് ജോയിന്റിങ് ചെയ്തിട്ടുള്ളൂ. ഇടവിട്ടാണ് ജോയിന്റിങ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വെയിറ്റിംഗ് ടെസ്റ്റ് നടത്തിയതിന്റെ മാർക്കിംഗ് ഒക്കെ ഇവിടെ കാണാം നമുക്ക്. ഇവിടെ ഇതുപോലെ എല്ലാ ഭാഗത്തും ചെയ്തതാണെങ്കിൽ കോട്ടക്കൽ ബൈപ്പാസിലൊന്നും ഇത്ര വിള്ളല് കാണാൻ സാധ്യതയില്ല. ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ വിണ്ട് കീറിയതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭാഗത്ത് ജോയിന്റിങ് ബാക്കിയുണ്ട്. ഇവിടെ ഇതാണ് കഞ്ഞിപ്പുര ഭാഗം. അവിടെ കുറച്ച് ഭാഗത്ത് ജോയിന്റിങ് ബാക്കിയുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. അതേപോലെ ഈ ഭാഗത്തൊന്നും ലൈറ്റിന്റെ കാലൊന്നും കൊടുത്തത് തൂണുകളൊന്നും കാണുന്നില്ല. അപ്പൊ നമുക്കിനി വട്ടപ്പാറ ഭാഗത്തേക്കാണ്. അപ്പൊ നമ്മൾ വന്ന വഴിയിലൊക്കെ സോയിൽ ലൈൻ ചെയ്ത വാളും നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് ഇങ്ങനെ ഒരുപാട് പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പൈപ്പുകൾ പുതുതായിട്ട് കൊടുത്തതുകൊണ്ട് വെള്ളം ഒഴുകി പോവാൻ വേണ്ടിയാണ്. ഇതിന്റെ മുകളിൽ വെള്ളം ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ചാടുന്നുള്ള ഒരു വാർത്തകളാണ് അധികം കേൾക്കുന്നത്. അപ്പൊ അതിന്റെ ശേഷമാണ് ഇപ്പോ പുതുതായിട്ട് കുറെ പൈപ്പുകൾ വീണ്ടും കൊടുത്തതായി കാണുന്നുണ്ട്. ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡില് ഇപ്പൊ ഇങ്ങനെ ഇവിടെ വല്ല മെഷീനറി ഒക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചത് കാണാം. ഒരു സൈഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് എത്രത്തോളം കുറെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലേ അറിയുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകുന്ന ഇവിടെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാള് കാണാൻ നമുക്ക് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് പുതുതായിട്ട് മണ്ണെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വർക്കാണ്. മഴ വരുന്നുണ്ട്. സോയിൽ ലൈനിങ് വർക്കുകൾ കുറച്ച് ആ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ നടന്നിരുന്നു. ഡ്രൈനേജ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല തോന്നുന്നു. അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഭാഗത്ത് നോക്കാം. അവിടെയും വർക്കൊന്നും കൂടുതലായിട്ട് ചെയ്തത് കാണുന്നില്ല. പുതിയ മാറ്റങ്ങളൊന്നും വലിയ രീതിയിൽ ഉള്ള വർക്കുകളൊന്നും കാണുന്നില്ല. മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ പുതുതായിട്ട് മണ്ണൊക്കെ എടുത്ത ഒരു ഭാഗം കാണുന്നത്. അവിടെ ഇനിയും അതിന്റെ താഴ്ഭാഗത്തുള്ള മണ്ണുകളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കുറെ മണ്ണ് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം.
നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇങ്ങ് നോക്കി, ഇതാണ് ഇപ്പോഴുള്ള ഹൈവേന്റെ ഒരു അവസ്ഥ. കിണറിന്റെ താഴ്ചയിൽ നിന്നാണ് ഹൈവേ കടന്നു പോകുന്നത് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഇങ്ങനെയായിരിക്കും കിണറിന്റെ അടിയിൽ നിന്നുള്ള ഉറവ വരുന്നത്. ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു തോട് പോലെ ആയിട്ടുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകി പോവാണ്. അപ്പൊ ഇതിന്റെ മുകളിലാണ് ഇനി സോയിൽ നെയിലിംഗ് ചെയ്ത് ഇതൊക്കെ അടച്ചതിന് ശേഷമാണ് ഇവിടൊക്കെ യാത്രക്ക് ശരിക്ക് സാധ്യമാവോ. ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഹോളുകൾ ഇടുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ നെറ്റ് കെട്ടുന്ന അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ആ ഭാഗത്ത് ഷീറ്റ് ഇട്ട് മൂടിയതായി കാണാം. ഈ പാറ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ ഒന്നും വർക്കുകളൊന്നും ഇപ്പൊ നടക്കുന്നില്ല, മഴ ആയതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഒന്നും ചെയ്യുന്നത് കാണില്ല. അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഒരു കോൺക്രീറ്റിന്റെ ഒരു വാള് കൊടുക്കുന്നത് കാണാൻ, ചെറിയൊരു രീതിയിൽ. പിന്നെ മുകൾ ഭാഗത്തൊന്നും സോയിൽ നെയിലിംഗ് വർക്കൊന്നും നടക്കുന്നില്ല. ഇപ്പോ മഴ ആയതുകൊണ്ടായിരിക്കാം ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോ. ഭാഗത്താണ് കോൺക്രീറ്റ് വാള് പകുതിയാക്കി വെച്ചത്. ഇവിടെയും ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് ചെയ്ത കാണാം. അവിടെ ആ വലിയ കറുത്ത പാറുള്ള ഭാഗത്തും ഇതുപോലെ വെള്ളം ചാടുന്നുണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാല് നിൽക്കാൻ ശരിക്കും പേടിയാണ്. ഈ ഭാഗത്ത് വളരെ ഹൈറ്റിൽ നിന്നാണ് ഇങ്ങനെ വെട്ടിയിറക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതും കൂടെ ആയാൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാൻ സാധ്യത ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഭാഗത്താണ് പൊട്ടി വീണതാണത്. അതിന്റെ മുകളിലാണ് ഇവര് ഷീറ്റ് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും അതൊരു കറക്റ്റായിട്ട് നിന്നിട്ടില്ല. അവിടെയൊക്കെ കാണാൻ നമുക്ക് മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തും മണ്ണ് പൊട്ടി വീണത് കാണാം. ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ഒട്ടും സ്ട്രോങ് അല്ലാത്ത ചെവടി മണ്ണാണത്. പെട്ടെന്ന് പൊട്ടി വീഴുന്ന ഒരു മണ്ണാണ്. ഫുള്ളായിട്ട് ക്രാഷ് ബാരിയറിന്റെ വർക്ക് കഴിഞ്ഞേക്കണേ. അവിടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് വിട്ടുകൊടുത്തേക്കണ്ടേ. ആ കാറൊക്കെ കടന്നു പോയ ആ ഭാഗത്ത് ഒരു കുറഞ്ഞ ഭാഗം ക്രാഷ് ബാരിയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ വഴിയാണ് ഇപ്പോൾ വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾ വളാഞ്ചേരി ഭാഗത്തേക്ക് കടന്നു പോകുന്നുണ്ട്. അതിലാണ് അപ്പോൾ അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ വഴി ഇങ്ങനെ സർവീസ് റോഡിന്റെ ആ ഭാഗത്തേക്ക് താഴ്ഭാഗത്തേക്കാണ് ഒഴുകിപ്പോകുന്നത്. ഇവിടെ ആകെ തകർന്നടിഞ്ഞ് കിടക്കാണ്. അവിടെ നിന്ന് വെള്ളം കെട്ടായി നിന്നതിൻ്റെ അത് ഒഴിവാക്കാൻ വേണ്ടി അവിടെ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിരുന്ന് വീണ്ടും അത് പഴയ പോലെ ആയിട്ടുണ്ട്. മണ്ണ് കുത്തൊഴുകിയിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റിന്റെ ഒരു വാള് കെട്ടുന്നത് കാണാം. അപ്പൊ ഇതാണ്
പുതുതായിട്ട് നമ്മുടെ വട്ടപ്പാറ ഭാഗത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ വെട്ടിച്ചിറ മുതൽ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.